ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീമിയർ ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മത്സരം 2-0 എന്ന ഗോൾ സ്കോറിന് ക്രിസ്റ്റൽ പാലസ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ ഒരു വിജയത്തോടു കൂടി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ 30 പോയിന്റുമായിട്ട് 12ാം സ്ഥാനത്ത് ക്രിസ്റ്റൽ പാലസും 29 പോയിന്റുമായിട്ട് 13ാം സ്ഥാനത്ത് യുണൈറ്റഡുമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിൻ്റെ ആദ്യ 11 പുറത്തുവിട്ട ശേഷം തന്നെ ഓൾമോസ്റ്റ് എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 3-4-3 എന്ന ഫോർമുലേഷനിലായിരുന്നു. അതും ഒരു സ്ട്രൈക്കർ ഇല്ലാതെയാണ് യുണൈറ്റഡ് പ്ലേ ചെയ്തത് എന്നുകൂടി ആലോചിക്കണം. ഇങ്ങനെ ഒരു ഡിസിഷൻ അമോറിം എടുക്കാനുള്ള മെയിൻ റീസൺ ഉള്ള 2 സ്ട്രൈക്കേഴ്സിനെ കൊണ്ടും യാതൊരുവിധ യൂസും ഇല്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല. ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് കോബി മെയിൻ ആയിരുന്നു സ്ട്രൈക്കർ റോളിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് അട്ടപ്പട്ടെല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെയാണ് ഗൈസ് പറയാനുള്ളത്. വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ആ ഒരു ഇഞ്ചറി തന്നെയാണ്. ഈ ഒരു മത്സരം തോറ്റതിൽ ഒരു യുണൈറ്റഡ് ഫാൻസിനും വലിയ രീതിയിലുള്ള ഒരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ലിസാൻഡ്രോൻ്റെ ആ ഒരു ഇഞ്ചറി കണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കഴിഞ്ഞ സീസണിലും ഇതുപോലൊരു ഇഞ്ചറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സീസണിലും ആകെ യുണൈറ്റഡിലെ ഒരു കോൺഫിഡൻസോടുകൂടി കാണാൻ പറ്റിയ ഒരു താരം എന്ന് പറയാൻ നിലവിൽ ലിസാൻഡ്രോ മാത്രമാണ്. റീസെൻ്റ്ലി കളിച്ച ഏത് മാച്ച് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ലിസാൻഡ്രോനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആയാലും ശരി, ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അത് വേറെ ഒരു താരത്തിനും ഇല്ല എന്ന് തന്നെയാണ് ഗൈസ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രയും പെട്ടെന്ന് ലിസാൻഡ്രോ തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സീസൺ വലിയൊരു പ്രതീക്ഷയും വേണ്ട. പ്രത്യേകിച്ച് എനിക്ക് ലിസാൻഡ്രോ പോയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം. യുണൈറ്റഡിൻ്റെ ബാക്കി പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 കളി തോറ്റു കഴിഞ്ഞാൽ ആ ഒരു ടെൻഷനും പ്രഷറും ഉണ്ടാവും. നെക്സ്റ്റ് അഗൈൻ മൂന്നാമത്തെ മാച്ച് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്യണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അതവർ സക്സസ് ആവും. മൂന്നാമത്തെ മാച്ചിൽ അത് നേടിയെടുക്കും. പക്ഷേ അഗെയിൻ പഴയ ട്രാക്കിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി മാറ്റിക്കൊണ്ടുവരണമെങ്കിൽ എന്തായാലും ടീം ഒന്ന് റീബിൽഡ് ചെയ്യാതെ വേറെ ഒരു തരത്തിലുള്ള ഓപ്ഷനും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.